മുഖത്ത് നോക്കി പറയും ആരൊക്കെ കാര്യം എന്തുണ്ടെങ്കിലും. എല്ലാവർക്കും 100 നാക്കാ. ബിജി ചേച്ചിക്ക് അങ്ങനെയാണ്, ബിജിക്ക് 100 കൊടുത്തു, 50 കൊടുത്തു, 30 കൊടുത്തു. ഇവളുമാരൊക്കെ ചേർന്ന് ഇത് കാണിക്കണത് എന്താ? ഇവളുമാർ മാത്രമൊന്നും ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്. വൃത്തിയും മേലില്ലാത്തൊരു ശവമുണ്ട് ഈ ടിക്ടോക്കിൽ. ആരാന്നറിയോ? എന്നോട് പറഞ്ഞ കേട്ടാ, ഒരു ലേഡി ഉണ്ട്, ഞാനാണെങ്കിൽ അതും പറഞ്ഞ, തീരെ വൃത്തിയും വെടിപ്പും മെനയും ഇല്ലാത്തൊരു പെണ്ണ് ഈ ടിക്ടോക്കിൽ 24 മണിക്കൂർ ഗെയിം കളിക്കുന്നു. പറയാൻ പറ്റുമോ? അതിനെടുത്ത ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പോടാ പഞ്ചത്തൊന്നുമില്ല, പോടാ. അറിയാം, എനിക്കറിയാവുന്നത് എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. ആരെന്നറിയാമോ? ഈ ആവശ്യമില്ലാണ്ട് മദ്യത്തിന്റെ പേര് പറയില്ലടാ. പിടിച്ച ബ്ലോക്ക് അടിച്ചേച്ചി. ഞാൻ പറഞ്ഞു ഗെയിം കളിക്കുന്ന പെണ്ണുങ്ങളായിരുന്നു. ഈ വൃത്തിയില്ലാത്ത പെണ്ണുമ്പളുടെ അടുത്തല്ലേ ഇരമാര് ഗിഫ്റ്റർമാര് പോയിട്ട് പണിയെടുത്തത് അല്ലേ? എന്നിട്ട് ബീച്ചേച്ചിക്കും ഇല്ലാത്ത കുറ്റോ. ഞാൻ ഈ പണി അത് കാണിക്കാണ് 32 പല്ലും കാണിച്ച് 24 മണിക്കൂർ ലൈവ് ഉണ്ട്. ഫുള്ള് വായിത്രമുണ്ട്, ഫുള്ളും വെളിയിൽ പല്ല്. ഇവിടെ ചുണങ്ങ് പോലെ ഇങ്ങനെ ഇരിക്കും. പോടാ, കിക്കിങ് ഒന്നുമല്ല മേരി, പോ. കിക്കിങ് ഒന്നുമല്ല, പോടോ. നോ നോ അല്ല. ഓക്കെ, നമ്മൾ പറയണ ഒതുക്കി പറയും. ഒന്ന് പോടാ, സുതിത്തമ്പി ഒന്നുമില്ല. നീ ഒന്ന് പോയാ. നീ നിന്നാ സുതിത്തമ്പിയുടെ കാര്യമൊക്കെ പറയണെന്തിനാ? ഇല്ല, മനസ്സിലായി. അല്ല, ഫുൾ ടൈം ഉണ്ടാവും ലൈവില്. അങ്ങനെ ഗെയിം കളിക്കാൻ നല്ല അത്യാവശ്യം നല്ല സ്കോറൊക്കെ വരുന്നതാണ്. ഓക്കെ, മനസ്സിലായി, പറയുന്നില്ല. മരിയക്ക് 2 അക്ഷരം പറ, ആദ്യത്തെ 2 അക്ഷരം പറ, അപ്പൊ ഞാൻ പറയാം എസ് ആണെന്ന്. തീരെ വൃത്തിയില്ല. പോയവരൊക്കെ എന്നോട് പറഞ്ഞു, ആ ലൈവിൽ കാണുന്ന ഒരു വൃത്തിയില്ലയോ? ലൈവിലെ ചെറിയൊരു വൃത്തി കുറവുണ്ട്. അപ്പൊ നേരിട്ട് എന്തായിരിക്കും? തീരെ വൃത്തിയില്ല മോളെ. ഇവളുമാർക്ക് ഗിഫ്റ്റ് അടിച്ചു കൊടുക്കാനും കുറെ ഇരന്മാര്. നൈരന്മാരല്ലേ ഇവർക്ക് വൃത്തിയില്ലാത്തോടത്ത് പോയിട്ട് കുത്തിക്കേറ്റി തന്നവന്മാര്. എന്നിട്ട് വലിയ വർത്താനം. അയ്യോ, ബീച്ചേച്ചി ലൈവിൽ പോയാലും ബീച്ചേച്ചി പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും അവരെക്കാളൊക്കെ നല്ല വൃത്തി വെടിപ്പ് എനിക്കുണ്ട്. എനിക്ക് വൃത്തി വെടിപ്പുള്ളതുകൊണ്ടാണ് എൻ്റെ അടുത്ത് എൻ്റെ സ്ഥിര കസ്റ്റമർ വരുന്നത്. ഞാൻ അവളുമാരെ പല കൊടുക്കാറില്ല കേട്ടാൻ. ഞാൻ എവിടെയെങ്കിലും കേട്ടോ ഞാൻ എല്ലാത്തിനും ഞാൻ പിടിച്ചു. അതിന് തീരെ വൃത്തിയില്ല. ഈ ടിക്ടോക്കിൽ ലൈവ് ഇട്ടിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നല്ല വൃത്തിയാന്നാ. അടുത്തൊന്ന് പോയി നോക്ക്. മനസ്സിലായോ? അത് വിട്. ഇനി ആ കേസ് സംസാരിക്കണ്ട. ഇവിടൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാം ഫിൽറ്ററും. പിന്നെയെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ. ഈ ഗിഫ്റ്റ് അടിച്ചു വെക്കുന്നവർക്ക് ഡയറക്റ്റ് കൊടുത്തില്ലെങ്കിലും വീഡിയോ കോൾ ചെയ്ത് കൊടുത്ത വൃത്തി ഉണ്ടോ ഇല്ലെന്ന് അവന്മാർക്ക് അറിയില്ല. മനസ്സിലായോ? ഇപ്പൊ ശബാനയെ ഞാനൊക്കെയാണ് ഓപ്പണായിട്ട് പറയും, ഇവളുമാരിങ്ങനെ മൂടി വെക്കും. എന്നിട്ട് രാത്രി ഗെയിമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ നേരത്ത് വീഡിയോ കോള്. നല്ല ഗിഫ്റ്റുമാരുണ്ട് കേട്ടോ, നല്ല ഒരുപാട് ഗിഫ്റ്റുമാരുണ്ട് നല്ലത്. അതില് വാട്സപ്പിലുണ്ട്.
വാട്സപ്പിൽ പറഞ്ഞാൽ മതി ആളാരാന്ന്, പുറത്ത് പറയണ്ട. അച്ഛ അതൊന്നുമല്ല. അല്ല മോളതാ പേര് വാട്സപ്പിൽ പറയാം. വേണ്ട വിജി, ഇല്ല അതല്ല അല്ല ഇല്ല വില്ലിഞ്ഞേട്ടാ, ഞാനൊന്നും പറയില്ല. വില്ലിഞ്ഞേട്ടൻ അറിയാലോ, എനിക്ക് ഒരാളെ നാറ്റിക്കണമെന്നൊന്നുമില്ല. കാരണം അവര് നമ്മളൊന്നും ചെയ്തിട്ടില്ല വിവിച്ചേട്ടാ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരും നാറ്റിക്കത്തൊന്നുമില്ല. പിന്നെ ചിലവരുടെ പത്രാസ് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും, അത്രേ ഉള്ളൂ. ആദ്യം അവനെ കുറ്റവും കുറവുകളും ആദ്യം അന്വേഷിക്കണം, അവരൊക്കെ ഓക്കെ ആണോ എന്ന്. എന്നിട്ട് മറ്റുള്ളവരെ LB പോടോ, എടാ നീ എന്തിനാടാ LBയുടെ ഒക്കെ വരുന്നേ? എനിക്ക് ആവശ്യമില്ലാത്ത പേര് നിർത്തരുത്. എനിക്കെന്തിനാണ് LBയോട് ദേഷ്യം? അവള് വേറെ ഇല്ല, ഞാനിവിടെ ദുബായില്. സ്നേഹ ഒന്ന് കൂടും, ഇവന് എന്തൊക്കെ പറയണം. ബിജി ഒന്ന് നോക്കിക്കേ വാട്സപ്പ് പ്ലീസ്. ആ ഞാൻ കണ്ടിന്യൂ ആ വീഡിയോ. വിജി ഈ നോക്കി വാണമടിക്കാൻ തോന്നുന്നു. ബിജിയെ നോക്കി വാണമടിക്കാൻ തോന്നുന്നു. ആണോ? അമ്മ ഫ്രീ അല്ലേ? അന്ന് ആ വാണ നീ കൈകൊണ്ട് ഉള്ളിന്റെ അമ്മയ്ക്ക് കൊണ്ട് ഒഴിക്കണം കയറ്റി. ആ ആരാണ് പറമുത്തേ? അവന് ബീച്ചേച്ചനെ ഇങ്ങനെ കണ്ടിട്ട് വാണാൻ വിട്ടാൽ മതി. അത്രയ്ക്കും ഇതാണ്, വികാരജീവിയാണ് അവൻ. എന്റെ വീഡിയോ ഏതാ വീഡിയോ? അയ്യ ആ വീഡിയോ അല്ല, എന്റെ കുണ്ടി കുളിക്കുന്ന സ്റ്റിക്കർ ഇതാരാ? ഇതാ മരിയെ വിട്ടാന്ന് തോന്നും. ജോലി ദൈവമേ, ദേ ഈ സാമാനം ഇതോ, ഇത് എന്റെ പടം കണ്ടാ? എന്റെ കുണ്ടി കുളിക്കുന്ന വീഡിയോ വിട്ടാ എന്താ സ്റ്റിക്കർ? വിവിച്ചേട്ടാ ഇന്നലെ വാട്സപ്പ് നോക്കിക്കേ. വിവിച്ചേട്ടാ ഇന്നലെ കളർ കുടിച്ചിട്ട് ചെയ്തത്. വിലഞ്ഞേട്ടാ എനിക്കൊരു ഹായ് വിട്ടേ. ഇന്നലെ കള്ളു കുടിച്ചിട്ട് ഞാൻ ചെയ്തത്, എനിക്ക് ബോധമില്ല. എനിക്കിവിടെ ഓരോ സ്ക്രീൻഷോട്ട് ഇട്ടപ്പോ ഞാൻ കരഞ്ഞു.